BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസ് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ന്യൂഡൽഹിയിൽ നടന്ന ലോക പൈതൃക സമിതി യോഗത്തിന്റെ 46ാമത് സെഷനിൽ ഇന്ത്യയുടെ സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് രണ്ട് ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്തു. വൈവിധ്യമാർന്ന മേഖലകളിൽ സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സംയുക്ത പരിപാടികൾ വികസിപ്പിക്കുന്നതിൽ ഇരുവരും അതീവ താൽപര്യം പ്രകടിപ്പിച്ചതായും BACA അറിയിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ഹമദ് ടൗണിലെ ഒരു കഫറ്റീരിയ ആരോഗ്യ മന്ത്രാലയം അടച്ചുപൂട്ടി. ശുചിത്വവും ആരോഗ്യ മാനദണ്ഡങ്ങളും പാലിച്ചില്ലെന്ന് മാത്രമല്ല, ഇലക്ട്രിക്കൽ വയറിംഗിലും അപാകതകളുണ്ടായിരുന്നു. നോർത്തേൺ മുനിസിപ്പൽ കൗൺസിൽ ടെക്നിറ്റി കമ്മിറ്റി ചെയർമാനും ഏരിയ കൗൺസിലറുമായ അബ്ദുള്ള അൽ ഗൊബൈസിയുടെ നേതൃത്വത്തിലാണ് ഇൻസ്പെക്ടർമാരുടെ സംഘമെത്തി അടച്ചുപൂട്ടിയത്. ആഭ്യന്തര മന്ത്രാലയം, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി, നോർത്തേൺ മുനിസിപ്പാലിറ്റി, വ്യവസായ വാണിജ്യ മന്ത്രാലയം, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സിആറിൽ പരാമർശിക്കാത്ത വ്യാപാരം നടത്തുന്ന കടകൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നടപ്പാതയിലും റോഡിലും സാധനങ്ങൾ വെക്കുന്നതോ ജനവാസ മേഖലകളിലേക്കുള്ള പ്രവേശനം തടയുന്നതോ ആയ കടകൾക്കോ നിയമലംഘനം ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ കോർഡിനേറ്ററായി സയ്യിദ് MS തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ബഹ്റൈൻ OICC ദേശീയ ജനറൽ സെക്രട്ടറിയായ സയ്യിദ്, ബാലജനസഖ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി, പന്തളം NSS കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്റർ, യൂണിയൻ ചെയർമാൻ, യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. സർഗാത്മക വാസനകളെയും എഴുത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ ലക്ഷ്യം. ബഹ്റൈനിൽ കുടുംബസമേതം താമസിക്കുന്ന സയ്യിദ് പത്തനംതിട്ട അടൂർ സ്വദേശിയാണ്. മയക്കുമരുന്ന് കടത്തിയ കേസിൽ 2 ഏഷ്യക്കാർക്ക് 15 വർഷം തടവും 5000 ദിനാർ വീതം പിഴയും ഹൈ ക്രിമിനൽ കോടതി വിധിച്ചു. ഹെറോയിൻ കൈവശം വെച്ചു രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ചു എന്നിവയാണ് ഇവർക്കെതിരെയായ കേസ്. ഏപ്രിൽ 20 ബഹ്റൈൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് ഏഷ്യൻ യുവാവ് പിടിയിലായത്. ഇയാളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ ബാക്ക് പാക്കിനുള്ളിൽ ഹെറോയിൻ ഒളിപ്പിച്ചത് കണ്ടെത്തി. പ്ലാസ്റ്റിക് കവറുകളിൽ ടേപ്പ് ഉപയോഗിച്ച് അടച്ച നിലയിലായിരുന്നു ഹെറോയിൻ ഒളിപ്പിച്ചിരുന്നത്. സ്വന്തം നാട്ടിൽ ഒരു വ്യക്തിയിൽ നിന്ന് മയക്കുമരുന്ന് സ്വീകരിച്ചതായി പ്രതി സമ്മതിച്ചു. ബഹ്റൈനിലെത്തുമ്പോൾ മറ്റൊരാൾ വാങ്ങുമെന്നും ഇയാൾ സമ്മതിച്ചു. ഇതിനിടെ അറൈവൽ ഹാളിൽ ഒന്നാം പ്രതിയെ കാത്തുനിന്ന രണ്ടാമനും പിടിയിലായി. സഹോദരനെ സ്വീകരിക്കാൻ വന്നതാണെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതിയുമായി ആശയവിനിമയം നടത്തിയതായും കണ്ടെത്തി. 2 പ്രതികളും ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന വലിയ മയക്കുമരുന്ന് കടത്ത് ശൃംഖലയുടെ ഭാഗമാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. രണ്ടാം പ്രതിയുടെ ഫോണിൽ നിന്ന് മയക്കുമരുന്ന് ഇടപാടിന്റെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. തെളിവുകൾ പരിഗണിച്ച കോടതി 2 പ്രതികൾക്കും 15 വർഷം തടവും 5000 ബഹ്റൈൻ ദിനാർ വീതം പിഴയും വിധിക്കുകയായിരുന്നു. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇവരെ ബഹ്റൈനിൽ നിന്ന് നാട് കടത്താനും ഉത്തരവിട്ടു. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾക്ക് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഏർപ്പെടുത്തിയ അന്നപൂർണ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷ ബഹ്റൈൻ ഇന്ത്യൻ എംബസി ക്ഷണിച്ചു. ഇന്ത്യൻ പാചക രീതികളും പാചക പാരമ്പര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് മികച്ച സംഭാവനകൾ നൽകിയ വിദേശത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകളെ അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് എംബസി നൽകി വരുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഈ സംരംഭം ഭക്ഷണത്തിന്റെ സാർവത്രിക ഭാഷയിലൂടെ സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുകയും ആധികാരിക ഇന്ത്യൻ പാചക രീതിയുടെ ആഗോള അംബാസഡർമാരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ദേശീയ തിരിച്ചറിയൽ കാർഡ് പുതുക്കാൻ കാലതാമസം വരുത്തുന്ന വ്യക്തികൾക്ക് 100 റിയാൽ പിഴ ചുമത്തുമെന്ന് സൗദി അറേബ്യയിലെ സിവിൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ID കാർഡുകളുടെ സമയബന്ധിതമായ പുതുക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതുക്കിയ രേഖകൾ നഷ്ടപ്പെട്ടു പോവാതെ പരിപാലിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നടപടി. അബ്ഷിർ പ്ലാറ്റ്ഫോം വഴിയാണ് ദേശീയ ID പുതുക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. വേനൽ ശക്തി പ്രാപിക്കുമ്പോൾ കെട്ടിടങ്ങളിലും താമസ കേന്ദ്രങ്ങളിലും തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശിച്ച് ഖത്തർ സിവിൽ ഡിഫൻസ് വിഭാഗം. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബേയിലെ അൽ അബ്രാജ് ഏരിയയിൽ ബഹുനില പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ച സാഹചര്യത്തിലാണ് അധികൃതർ ഇത് സംബന്ധിച്ച മുൻകരുതൽ നിർദ്ദേശം ആവർത്തിച്ചത്. കെട്ടിടങ്ങളിലെ അഗ്നിശമന സുരക്ഷാ ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അധികൃതർ കെട്ടിട ഉടമകളോട് അഭ്യർത്ഥിച്ചു. ഭാവിയിൽ സമാനമായ തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ കെട്ടിടത്തിലുടനീളം അലാറം, അഗ്നിശമന
ഉപകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം തുടർച്ചയായി പരിശോധിക്കണമെന്നും സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് ഓപ്പറേഷൻ ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള മുഹമ്മദ് അൽ ഹെയ്ദിൽ നിർദ്ദേശിച്ചു. വെസ്റ്റ് ബേയിലെ അഗ്നിബാധ വിവിധ സ്ഥാപനങ്ങളുടെ ഏകോപനത്തോടെ ആളപായമൊന്നും കൂടാതെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് UG പുതുക്കിയ പരീക്ഷാ ഫലം NTA പ്രസിദ്ധീകരിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. നീറ്റ് UG ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകിയവരുടെ മാർക്ക് തിരുത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. 4 ലക്ഷം പേർക്ക് സുപ്രീംകോടതി തീരുമാനപ്രകാരം 5 മാർക്ക് കുറഞ്ഞു. ഇതോടെ മുഴുവൻ മാർക്കോടെ 1ാം റാങ്ക് നേടിയവരുടെ എണ്ണം 67-ൽ നിന്ന് 17ആയി. 1ാം റാങ്ക് കിട്ടിയ 40 പേർക്കാണ് സുപ്രീംകോടതി ഇടപെടൽ പ്രകാരം 5 മാർക്ക് നഷ്ടമായത്. പുതുക്കിയ പട്ടിക കുറിച്ചും കൗൺസിലിംഗ് നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ NTA ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 11ാം നാൾ. 4 ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ വ്യക്തമാക്കി. അർജുന്റെ ലോറി കണ്ടെത്തിയത് റോഡിൽ നിന്ന് 60 മീറ്റർ ദൂരെ പുഴയിലാണ്. ലോറിയിൽ നിന്നും തടികൾ വിട്ടുപോയിട്ടുണ്ട്. ലോറി, ക്യാബിൻ, ടവർ, ഡിവൈഡിംഗ് റെയിൽ എന്നിവയുടെ പെയിന്റും കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം മംഗലാപുരത്ത് ടെക്നോ സിറ്റിക്ക് സമീപം ജനവാസ മേഖലയിൽ വിരണ്ടോടിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ച് പിടികൂടി. പിരപ്പൻകോട് ഭാഗത്ത് വെച്ച് വെടിയേറ്റ കാട്ടുപോത്ത് തെന്നൂർ ദേവീക്ഷേത്രത്തിന് സമീപമാണ് മയങ്ങി വീണത്. 3 തവണ വെടിയുതിർത്തിരുന്നു. നിലവിൽ കാട്ടുപോത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും DFO അനിൽ ആന്റണി പറഞ്ഞു. കാട്ടുപോത്തിന് JCB ഉപയോഗിച്ച് വനം വകുപ്പിന്റെ വാഹനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാലോട് ഡിവിഷണൽ ഓഫീസിൽ വെച്ച് വിദഗ്ധ ചികിത്സ നൽകിയായിരിക്കും വനത്തിൽ തുറന്നുവിടുക. പാലോട് വനമേഖലയിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയതാകാമെന്നാണ് നിഗമനം. IT നഗരമായ കഴക്കൂട്ടത്തിനും ടെക്നോ സിറ്റിയായ മംഗലാപുരത്തിനും അടുത്തുള്ള തലൈക്കോണം എന്ന ജനവാസ മേഖലയിലാണ് ചൊവ്വാഴ്ച രാത്രി കാട്ടുപോത്തിനെ ആദ്യമായി കണ്ടത്. ഹോസ്റ്റലിൽ താമസിക്കുന്ന ടെക്നോ സിറ്റിയിലെ ജീവനക്കാരും നാട്ടുകാരുമാണ് ചൊവ്വാഴ്ച വൈകിട്ട് 6:30 കാട്ടുപോത്തിനെ കണ്ടത്. വീട്ടിൽ അതിക്രമിച്ചു കയറി 15 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാളെ കോടതി കഠിന തടവിന് ശിക്ഷിച്ചു. ശാന്തൻപാറ സേനാപതി പള്ളിക്കുന്നത്ത് കൊല്ലൻകുന്നൽ മേട് ഭാഗത്ത് തോട്ടുവായൽ വീട്ടിൽ അനീഷിനെയാണ് 8 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയും ചുമത്തി ശിക്ഷിച്ചത്. ദേവികുളം ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ കോടതി ജഡ്ജ് MI ജോൺസനാണ് വിധി പറഞ്ഞത്. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്മയുടെ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്ന പെൺകുട്ടി വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിച്ചത്. ആ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് പോലീസിൽ അറിയിക്കുകയായിരുന്നു. മണ്ണാർക്കാട് സ്കൂൾ ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ ബസ്സിടിച്ച് UKG വിദ്യാർത്ഥിനി മരിച്ചു. മണ്ണാർക്കാട് നരങ്ങപ്പറ്റ തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 അപകടം. വീടിന് സമീപം സ്കൂൾ ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കവേ മുന്നോട്ടെടുത്ത ബസ്സിൽ തട്ടി കുട്ടി വീഴുകയും ബസ് കയറി ഇറങ്ങുകയുമായിരുന്നു. കുട്ടി റോഡ് മുറിച്ചു കടക്കുന്നത് ബസ് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മുന്നോട്ടെടുത്ത ബസ് കുട്ടിയെ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെല്ലിപ്പുഴ ദാറുന്നജാത്ത് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. കേരളത്തിൽ മിന്നൽ ചുഴലിയിലും ശക്തമായ കാറ്റിലും വ്യാപക നഷ്ടം. തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ശക്തമായ കാറ്റ് വീശിയത്. നിരവധി വീടുകൾ തകരുകയും മരങ്ങൾ നിലംപൊത്തുകയും ചെയ്തു. ഒരാൾക്ക് പരിക്കേറ്റ്. കോഴിക്കോട് ജില്ലയിലെ വടകര, എടച്ചേരി, വെങ്ങാലിയിലും കുറ്റിയാടി മലയോര മേഖലകളിലും വിലങ്ങാട്, എരവത്ത് കുന്നിലുമാണ് പുലർച്ചെ ശക്തമായ മഴയും മിന്നൽ ചുഴലിയും ഉണ്ടായത്. വീടിന്റെ മേൽക്കൂര വീണ് കവിലുംപാറ മൂന്നാംകായ് സ്വദേശി സ്വപ്നയ്ക്ക് പരിക്കേറ്റു. വെങ്ങാലിയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ മരം വീണ് 6 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടായി. അംഗനവാടിയുടെ മേൽക്കൂര 150 മീറ്ററോളം പറന്നുപോയി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വിലങ്ങോടും മിന്നൽ ചുഴലിയിൽ നഷ്ടമുണ്ടായി. ഇവിടെയും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വൈദ്യുതി ലൈനുകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.